Hi all, welcome to another episode in Lakes Entrance. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ആൻഡ് ദാറ്റ് വാസ് എ സൺഡേ. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടുത്തെ സൺഡേ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. മെയിൻലി സൺഡേ മാർക്കറ്റ്സ് നടക്കുന്നത് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ സൺഡേ ഇവിടെ ലേക്സ് എൻട്രൻസിൽ ലേക്സിൻ്റെ അടുത്തായിട്ട് ഒരു ഗ്രൗണ്ടിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ആ ഒരു മന്ത് അത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ മെയിൻലി സൺഡേ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഒത്തുകൂടൽ കൂടിയാണ്. അപ്പോൾ ഒരു ചെറിയ സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം പല കാര്യങ്ങളും അവർ കൊണ്ടുവന്ന് സെല്ല് ചെയ്യുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്നതും പിന്നെ അഡ്വർടൈസിങ് ചെയ്യുന്നതും ഒക്കെ മെയിൻലി ഈ സൺഡേ മാർക്കറ്റിലാണ്. പ്രത്യേകിച്ച് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഗാർഡൻ, അതായത് ഫ്ലവേഴ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ മറ്റ് ചെടികൾ, പിന്നെ അതുപോലെ ഹണിയൊക്കെ ഉണ്ടാക്കിയ പ്യോർ ഹണി, ഹാർവസ്റ്റഡ് ഹണി, അങ്ങനെയൊക്കെ ഹണീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പല കാര്യങ്ങളും യൂസ് ചെയ്തത്, അതായത് സെക്കൻഡ് ഹാൻഡിൽ വിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് സെക്കൻഡ് ഹാൻഡഡ് തിങ്സും അവരവിടെ സെല്ല് ചെയ്യും. അതിപ്പോൾ പല കാര്യങ്ങളും മെയിൻലി അട്രാക്റ്റീവായത് ഈവൻ എന്താ പറയുക, ഒരു ബ്രെഡ് ടോസ്റ്റർ വരെ അവിടെ കൊണ്ടുവന്ന് അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി യൂസ്ഡ് ടോസ്റ്ററാണ്, ബട്ട് അവർ അത് അവിടെ വിൽക്കാൻ വേണ്ടി ചെറിയ പൈസയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ ചെറിയ പൈസ കൊടുത്തെടുക്കട്ടെ എന്നുള്ളൊരു ലോജിക്ക് വെച്ച്. അതുപോലെ തന്നെ ന്യൂ ഡ്രസ്സസ്, പിന്നെ അതുപോലെ പ്രൈഡ് സപ്പോർട്ടിങ് കൺട്രി ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഐറ്റംസ്, പിന്നെ കിഡ്സിന് പറ്റിയ ടോയ്സ്, പിന്നെ അതുപോലെ ഗാർഡനിലൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ സ്റ്റാച്യൂസും, പിന്നെ വാസ്, അതായത് ചെടികളൊക്കെ വെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഫുഡും ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ കുറച്ച് ഒരു സാൻഡ്വിച്ചൊക്കെ ട്രൈ ചെയ്തു, അത് നല്ലതായിരുന്നു. പിന്നെ അടിപൊളി പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കിതിൽ കാണാം. പിന്നെ അതുപോലെ കിഡ്സിന് ഫേസ് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ്ലി എന്താ പറയുക, ഇതൊരു ഒത്തുകൂടൽ എന്ന് പറയാം. കാരണം എല്ലാവരും ആ ഒരു സൺഡേ മാസിന് പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ലാതെ ഒരു സൺഡേ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്ത് ഈ സൺഡേ മാർക്കറ്റിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി എല്ലാവരുമായിട്ടൊന്ന് ഇൻട്രാക്റ്റൊക്കെ ചെയ്ത്, അപ്പം മോസ്റ്റ്ലി അങ്ങനത്തെ ഒരു കാര്യമാണ്. പിന്നെ വീട്ടിലിരുന്ന് പലരും ചെയ്യുന്ന ഹോബീസ്, അതിപ്പം പെയിൻറ്റിങ്സ് ആവാം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആവാം, പിന്നെ വുഡ് ക്രാഫ്റ്റിംഗ് ആവാം. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് കണ്ടത് മെറ്റൽ പീസസ് കൊണ്ട് പല സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒരുപാട് വെസൽസിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ നടന്ന് കാണാൻ. ഒരു വെറൈറ്റി ആണല്ലോ, നമ്മളൊരു ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഒരു വേറിട്ട ഒരു അനുഭവമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. അങ്ങനെ അതെല്ലാം കണ്ടു. ഞങ്ങൾ അവിടുന്ന് തന്നെ നേരെ ബ്രിഡ്ജിലേക്ക് പിടിച്ചു. അങ്ങനെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കുമാണ് നമ്മുടെ കടലെത്തുന്നത്. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്തത് ലേക്കാണ്. ഈ ക്രോസിങ് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് നേരെ ബീച്ചിലോട്ട് കയറുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ലൊരു ഐസ്ക്രീം സ്പോട്ട് ഉണ്ടായിരുന്നു, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഐസ്ക്രീം സ്പോട്ടാണ്. അപ്പോൾ അവിടെ പോയി അവർ പല ഐസ്ക്രീം ഫ്ലേവേഴ്സൊക്കെ ടേസ്റ്റ് ചെയ്തു. അങ്ങനെ നേരെ ബീച്ചിലേക്ക് പോയി. പിന്നെ ബീച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവർ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഗ്യാബി ജസ്റ്റ് ഒന്ന് ഇറങ്ങി, പക്ഷെ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ മണ്ണിലിരുന്ന് ഫുൾ കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ബീച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് അടിപൊളി ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എടുത്തു. ഇറ്റ് വാസ് സോ ഗുഡ്. പിന്നെ എന്താ പറയുക, നല്ലൊരു ബീച്ചായിരുന്നു. ഒട്ടും പൊല്യൂട്ടഡ് അല്ല, മെയിൻലി അത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബീച്ചുകളും അങ്ങനെയാണ്, ഒട്ടും പൊല്യൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ബിക്കോസ് നമ്മൾ കൊണ്ടുവരുന്ന റബ്ബിഷെല്ലാം നമ്മൾ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകണം. അതുപോലെ അങ്ങനത്തെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ പിന്നെ ഫുൾ ഗ്യാബിയൊക്കെ ഫുൾ ബോളും കളിയും മണ്ണിൽ കളിയും, പിന്നെ അവരുടെ സാൻഡ്
കളിക്കുന്ന മോൾഡും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഫുള്ള് ഞങ്ങളും അതൊക്കെ വെച്ച് കളിച്ച് അങ്ങനെ ഫുള്ളൊരു നല്ല അടിപൊളി വൈബായിരുന്നു. പിന്നെ അത്ര പോപ്പുലേറ്റഡ് അല്ലായിരുന്നു ബീച്ച്. അപ്പം കുറച്ചൊരു ഫ്രീ ആയിട്ടൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആളുകളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പയ്യെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ. അങ്ങനെ നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ഡേ തീരാറായി. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഞങ്ങളുടെ കസിൻസ് സ്റ്റേ ചെയ്യുന്ന വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള ബീച്ചും മറ്റേ സൈഡിലുള്ള ഒരു വലിയ ഫാമും ആയിരുന്നു. അപ്പോൾ അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുൾ കടലാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാമും അവിടെ ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതും ദ ഹോൾ ഡേ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു.